അച്ഛൻ ജീവിച്ചിരിപ്പില്ലല്ലോ. ഈ ലെവലിൽ പോയാ മതി, അല്ലെങ്കിൽ പൊളിഞ്ഞു. വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. ഇത്ര നേരം കോർപ്പറേഷൻ ഓഫീസിന്റെ വാതിക്ക് ഞാൻ കാശുമായിട്ട് നിൽക്കുക. ഇപ്പൊ ഇവിടെ എന്റെ കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്യാടോ. കാശ് അത്യാവശ്യമാണ്, ഇങ്ങോട്ട് പോവാ. അല്ല പിന്നെ അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയേ? നിങ്ങളുടെ കയ്യിൽ 30 ലക്ഷം രൂപയുണ്ട്. അതിവിടെ നിക്ഷേപിക്കണം. അതിനുള്ള പലിശ മാസാമാസം നിങ്ങൾക്ക് കിട്ടണം. അത് തന്നെയാണല്ലോ എന്റെ തൊഴില്. ആളുകൾ എനിക്ക് പണം കൊണ്ടു തരുന്നു, ഞാനത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. ഒരു ഇടനിലക്കാരൻ പണം തരുന്നവരോട് ഇക്കാലം വരെ ഇത് എവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടി എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. അതെന്റെ ആവശ്യമില്ല. ഞാനിവിടെ ഇൻകം ടാക്സ് ഓഫീസിൽ നടത്തല്ലോ അതിന്റെ സോഴ്സ് എന്താ കേൾക്കാൻ. പക്ഷേ നിങ്ങളോട് ഞാൻ ചോദിക്കും, എന്തൊരു കുടുംബശ്രീക്കാർ കള്ളനോട്ടടി വല്ലതും തുടങ്ങിയ, അല്ലെങ്കിൽ ഇത് എവിടുന്ന് കിട്ടിയത്? എന്റെ കുട്ടികളുടെ അച്ഛൻ ജീവിച്ചിരിപ്പില്ലല്ലോ. ആവശ്യത്തിന് സ്വത്തും മുതലും ഒക്കെ ഉള്ള കുടുംബത്തിലായിരുന്നു. ഞങ്ങൾ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചവരായതുകൊണ്ട് അദ്ദേഹം മരിച്ചപ്പോ എനിക്കും മക്കൾക്കും ഒന്നും തരില്ല എന്ന് പറഞ്ഞു. അവകാശപ്പെട്ടത് മണ്ണായിട്ടോ പണമായിട്ടോ കിട്ടാൻ എനിക്ക് കോടതി പോവേണ്ടി വന്നു. വിധിയായി എനിക്ക് അനുകൂലമായിട്ട്. എന്നാ